രാവിലെ എണീറ്റിട്ട് ചെയ്യാവുന്ന കുറച്ച് വാമപ്പ് എക്സസൈസുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. സാങ്കേതിക തികവ് പൂർണ്ണമായിട്ടും ഉണ്ടാവണമെന്നില്ല, എങ്കിലും ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന രീതിയിൽ കാണിക്കുന്നതാണ്. നമ്മൾ ചമ്രം പിടിച്ചിരുന്ന് ശ്വാസഗതിയെ ശ്രദ്ധിച്ച് നോർമൽ ബ്രീത്തിങ് ചെയ്യുക. തുടർന്ന് നമുക്ക് വിരലുകൾ അകത്തേക്കും പുറത്തേക്കും എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യാം. അത് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. അപ്പോഴും ശ്വാസം നമ്മൾ ശ്രദ്ധിക്കണം. അകത്തേക്ക് എടുക്കുമ്പോൾ വിരലുകൾ അകത്തേക്ക് മടക്കുമ്പോൾ ശ്വാസം ഉള്ളിലെടുക്കുകയും ആണെങ്കിൽ പുറത്തേക്ക് മടക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടണം. അങ്ങനെ ശ്വാസഗതിയെ ശ്രദ്ധിക്കണം. തുടർന്ന് ഒരടി ആഴത്തിൽ പാദങ്ങൾ അകത്തി വെച്ചിട്ട് രണ്ട് കാലിനെയും തന്തവിരൽ അകത്തേക്ക് എടുക്കുക, അകത്ത് മുട്ടിക്കുക, നിലത്ത് മുട്ടിക്കുക, ചെറുവിരൽ പുറത്ത് മുട്ടിക്കുക. അപ്പോഴും ശ്വാസം നമ്മൾ ശ്രദ്ധിക്കണം. അകത്ത് മുട്ടിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ പുറത്ത് ചെറുവിരൽ മുട്ടിക്കുമ്പോൾ പുറത്തേക്ക് വിടണം. അങ്ങനെ 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. തുടർന്ന് നമുക്ക് കാല് ചുരുക്കുകയും നിർത്തുകയും ചെയ്യുന്ന എക്സസൈസ് ചെയ്യാവുന്നതാണ്. അപ്പോഴും ശ്വാസത്തിൽ പ്രാധാന്യം കൊടുക്കണം. കാല് ചുരുക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുകയാണെങ്കിൽ നിർത്തുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുക. അങ്ങനെ 10 റൗണ്ട് ചെയ്യുക. തുടർന്ന് നമ്മളുടെ 2 കാലിൻ്റെയും ഉപ്പറ്റി ഇടത്തോട്ടും വലത്ത് വശത്തേക്കും മുട്ടിക്കുക. വലത്ത് വശത്ത് മുട്ടിക്കുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ അതർ സൈഡിലിരിക്കുമ്പോൾ പുറത്തേക്ക് വിടുക. അങ്ങനെ ഓരോ സൈഡിലും 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അതിനുശേഷം എണീറ്റ് നിന്ന് നമുക്ക് ഒരു കൈ നെഞ്ചത്ത് വെച്ച് മറ്റേ കൈ ബാക്കിലേക്ക് പോകുമ്പോൾ ബാക്കിലെ കൈപ്പത്തിലേക്ക് നോക്കുക. ശ്വാസം എടുക്കുന്നതും വിടുന്നതും ക്രമത്തിലായിരിക്കണം. അതിനുശേഷം കൈ ബാക്ക് കെട്ടിയിട്ട് കാല് മുട്ട് മടക്കി ബാക്കിൽ കൈപ്പത്തിൽ തുടിക്കുക. അപ്പോഴും ശ്വാസം ക്രമത്തിലായിരിക്കണം. അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. ഓരോ സൈഡും മാറി മാറി ചെയ്യുക. പിന്നെ നിൽപ്പിൽ നമുക്ക് ഓടുന്ന വരെ ശരീരം മൊത്തം അനക്കി എക്സസൈസ് ചെയ്യാവുന്നതാണ്. തുടർന്ന് കഴുത്ത് താഴിലേക്കും മുകളിലേക്കും സ്ലോലി താത്തി കഴുത്തിന് എക്സസൈസ് കൊടുക്കാവുന്നതാണ്. മുകളിലേക്ക് എടുക്കുമ്പോൾ ശ്വാസം എടുക്കുകയും താഴത്തേക്ക് നെഞ്ചിൽ മുട്ടിക്കുമ്പോൾ ശ്വാസം പുറത്ത് വിടുകയും ചെയ്യുക. പിന്നെ തോളിലേക്ക് മുട്ടിക്കുമ്പോൾ ശ്വാസം വിടുകയും നിർത്തുമ്പോൾ ശ്വാസം എടുക്കുകയും ചെയ്യുക. അങ്ങനെ 3 റൗണ്ട് ചെയ്യുക. പിന്നെ കൈ നിർത്തി വെച്ചിട്ട് നമ്മളുടെ ഓരത്തിലേക്ക് കൈ മടക്കി കൊണ്ടുവരിക. അതും 3 പ്രാവശ്യം ചെയ്യുക. പിന്നെ വലത്തേക്ക് കൈ നീട്ടിയിട്ട് വലത്തെ കാൽപ്പാത്തി മുട്ടിക്കുക. കാൽപാദം അനങ്ങാതെ അങ്ങനെ മറ്റേ കൈയിലേക്കും ചെയ്യുക. പിന്നെ ഇടത് വശത്തേക്കും വലത് വശത്തേക്കും വളഞ്ഞ് നമുക്ക് എക്സസൈസ് 3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. തുടർന്ന് സൂര്യ നമസ്കാരം ചെയ്യുക. സൂര്യ നമസ്കാരം ചെയ്യേണ്ട ക്രമം എന്ന് പറയുന്നത് ആദ്യം ഉദ്ധിതാസനം എന്ന് പറയും, കൈകൂപ്പി നിന്നിട്ടുള്ള ആസനം. പിന്നെ അർത്ഥചക്രാസനമാണ് രണ്ടാമത് ചെയ്യേണ്ടത്. അർത്ഥചക്രാസനം എന്ന് പറഞ്ഞാൽ കൈ ബാക്കിലേക്ക് വളഞ്ഞിട്ടുള്ള ആസനം. മൂന്നാമത് പാദഹസ്താസനം, കൈപ്പത്തി മുട്ട് മുളയ്ക്കാതെ മുന്നോട്ട് കുനിഞ്ഞ് നിലത്ത് മുട്ടിക്കുന്നത്. ഏകപാദ പരിതാസനമാണ്. ഒരു കാല് നമ്മൾ ബാക്കിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആസനം. പിന്നെ പർവ്വതാസനം, ശശാങ്കാസനം, നമസ്കാരാസനം, ഭുജംഗാസനം, ശശാങ്കാസനം, പർവ്വതാസനം, ഏകപാദ പരിതാസനം, പാദഹസ്താസനം, അർത്ഥചക്രാസനം, ഉദ്ധിത വിവേകാസനം. അങ്ങനെ ആസനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് 3 സെറ്റ് വരെയും ചെയ്യാവുന്നതാണ്. ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു വലത്തെ കാല് ബാക്കിലേക്ക് വയ്ക്കണമെന്ന് ഒരു തവണ ചെയ്തിട്ട്
ഇടത്തെ കാല് ബാക്കിലേക്ക് ചെയ്യണത് ഒരു തവണ അടുത്തത് ചെയ്യുക. അങ്ങനെ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് ശവാസനത്തിൽ കിടക്കാവുന്നതാണ്. ശവാസനത്തിൽ കിടക്കാമെന്ന് പറഞ്ഞാൽ ഒരടിയാളത്തിൽ കാല് ആഴ്ത്തി വെച്ച് നമ്മുടെ ബ്രീത്തിങ് നോർമലാക്കി ശരീരം തളർത്തിയിട്ട് നമ്മളുടെ ബ്രീത്തിങ്ങിനെ ശ്രദ്ധിച്ച് തുടങ്ങി 0 വരെ എണ്ണുക. അങ്ങനെ റിലാക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ ശ്വാസം നോർമലാക്കണം. നമ്മുടെ ബോഡി വെയ്റ്റ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യണം. അങ്ങനെ നമ്മുടെ പാദത്തിൽ ശ്രദ്ധിക്കുക, നമ്മളുടെ ബ്രീത്തിങ് ശ്രദ്ധിക്കുക. നമ്മൾ കോൺസെൻട്രേഷൻ വിട്ടുപോകാതിരിക്കാനായിട്ട് 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1 എന്നിങ്ങനെ എണീറ്റ് നമ്മൾക്ക് വലത്ത് സൈഡിലേക്ക് 10 സെക്കൻഡ് തിരിഞ്ഞ് കിടന്ന് എണീറ്റ് ചമ്മരം പിടിഞ്ഞ് ഇരിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എണീറ്റ് നിന്ന് വൃക്ഷാസനം ചെയ്യാവുന്നതാണ്. വൃക്ഷാസനം എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ നോക്കി അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാവുന്നതാണ്. ഇടത്തെ കാല് വലത്തെ കാലിൽ നിന്ന് ഇടത്തെ കാല് മാക്സിമം മുകളിലേക്ക് 2 കൈ കൊണ്ടും പിടിച്ച് ഉപ്പിറ്റി മുകളിലേക്കാക്കി താഴത്തേക്ക് വിരലുകളാക്കിയിട്ട് ഒരു പോയിന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൈ കൂപ്പി 2 കൈ മുകളിലേക്ക് കൂപ്പ് ഈ രൂപത്തിൽ പിടിച്ച് 10-9 ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് കൈ താഴ്ത്തി നേരെ നിൽക്കാവുന്നതാണ്. അതുപോലെ തന്നെ വലത്തെ കാല് മടക്കി ഉപ്പിറ്റി മുട്ടിന് മുകളിലല്ല നമ്മുടെ ജോയിൻ്റ് അരഭാഗം ചേർത്ത് വെച്ച് ഉപ്പിറ്റി മുകളിലേക്കും വിരൽ താഴിലേക്കും ആയിട്ട് നിന്നിട്ട് കൈ കൂപ്പി കൈ മുകളിലേക്ക് കൊണ്ടുപോയി ചെവിയോട് 2 കൈയും ചേർന്ന് നിൽക്കണം. അതിന് ശേഷം കൈ കൂപ്പി കൈ നോർമലാക്കി താഴത്തിട്ട് നിലവിൽ അങ്ങനെ 3 സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഗോമുഖാസനം സിമ്പിൾ രീതിയിൽ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഒരു കൈ ബാക്കിലേക്ക് മടക്കി മറ്റേ കൈ ചെവിയോട് ചേർത്ത് മടക്കി മറ്റേ വിരലുകൾ രണ്ടും കൂട്ടിപ്പിടിക്കുക. അങ്ങനെ ശ്വാസം നെഞ്ച് മാക്സിമം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഇതിനെ ഗോമുഖാസനം എന്ന് പറയും. അങ്ങനെ 2 സൈഡും ചെയ്തതിന് ശേഷം 3 റൗണ്ട് വേണി 3 റൗണ്ടോ 5 റൗണ്ടോ നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് മുകളിലേക്ക് നോക്കി കൈ ബാക്കിൽ കെട്ടിയിട്ട് തല ഫ്രണ്ടിൽ മുട്ടിച്ച് ആസനം ചെയ്യാവുന്നതാണ്. അതിന് യോഗമുദ്ര എന്ന് പറയാം. അങ്ങനെ നമുക്ക് ഇത് യഥാർത്ഥ ആസന രീതിയല്ല, ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കുറേ എക്സസൈസുകൾ മാത്രമാണ്. അതിനുശേഷം നമുക്ക് കമന്ന് കിടന്ന്
ഭുജംഗാസനം ചെയ്യാവുന്നതാണ്. ഭുജംഗാസനം ചെയ്യുമ്പോഴും ബ്രീത്തിങ് നേരെ നോക്കിയിട്ട് ഒരു 9 പ്രാവശ്യം തന്നെ അകത്തേക്കും പുറത്തേക്കും എടുക്കാവുന്ന രീതിയിൽ എടുത്ത് ചെയ്യാവുന്നതാണ്. വീണ്ടും മകരാസനത്തിൽ കിടന്ന് വിശ്രമിക്കാവുന്നതാണ് 2 മിനിറ്റ്. അതിനുശേഷം നമുക്ക് വലന്ന് കിടന്ന് ഒരു കാല് പൊക്കി ഒറ്റയ്ക്ക് പിടിക്കാൻ തുടക്കക്കാർക്ക് മുട്ടുകാലിന് താങ്ങ് കൊടുത്തിട്ട് ഉപ്പിട്ട് നമ്മൾ മുകളിൽ വെള്ളയിലേക്ക് നോക്കി 10 സെക്കൻഡ് നിർത്തുക. അതുപോലെ മറ്റേ കാലും ആവർത്തിക്കുക. പിന്നെ തുടർന്ന് 2 കാലും മുകളിലേക്ക് പൊക്കി തുടക്കക്കാർക്ക് നമ്മുടെ മുട്ടുകാലിൻ്റെ ബാക്കിൽ പിടിച്ച് നിർത്തി ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ കൈ ഇടുപ്പിങ്ങ് വെച്ച് തല ഉച്ചിഭാഗം നിലത്ത് മുട്ടിച്ച് തല ബാക്കിലേക്ക് തിരിച്ച് ബ്രീത്തിങ് ചെയ്യാവുന്നതാണ്. അതും ഒരു 9 പ്രാവശ്യം ബ്രീത്തിങ് ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്തിട്ട് പിന്നെ സർവാംഗാസനം ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് നമ്മുടെ അടുത്തുള്ള ചുമരയിലോ മറ്റോ സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മൾ കാല് രണ്ടും പൊക്കി ഇടുപ്പിന് താങ്ങ് കൊടുത്ത് ഒരു 10 പ്രാവശ്യം ബ്രീത്തിങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ കിടന്ന് ഉഷ്ട്രാസനം ചെയ്യുക. ഉഷ്ട്രാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിട്ടിയിൽ 2 കാലും മുട്ടുകുത്തിയിരുന്നുകൊണ്ട് ബാക്കിലേക്ക് മടങ്ങി ഉപ്പിട്ടിയിൽ 2 കാലും 2 കൈയും ഉപ്പിട്ടിയിൽ പിടിച്ച് ബാക്കിലേക്ക് തല കുമ്പിട്ട് മാക്സിമം മുന്നോട്ട് തള്ളി ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുത്ത് ചെയ്യുന്നതാണ് ഉഷ്ട്രാസനം. തുടർന്ന് നമ്മൾ ആസനങ്ങൾ ഏകദേശം കഴിഞ്ഞു. അതായത് ശവാസനത്തിൽ കിടക്കാവുന്നതാണ്. ശവാസനത്തിൽ കിടക്കുമ്പോൾ നോർമൽ ബ്രീത്തിങ് ചെയ്യുക. അത് കഴിഞ്ഞ് റിലാക്സേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ സമയത്ത് നമ്മുടെ കാല് വിരലിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കാൽ വിരൽ റിലാക്സ് ചെയ്യട്ടെ, ഉപ്പറ്റി റിലാക്സ് ചെയ്യട്ടെ, കാൽപാദം റിലാക്സ് ചെയ്യട്ടെ, മുട്ട് റിലാക്സ് ചെയ്യട്ടെ, അരഭാഗം റിലാക്സ് ചെയ്യട്ടെ, വയർഭാഗം റിലാക്സ് ചെയ്യട്ടെ, കഴുത്ത് റിലാക്സ് ചെയ്യട്ടെ, നെറ്റി റിലാക്സ് ചെയ്യട്ടെ, അതുപോലെ കൈ റിലാക്സ് ചെയ്യട്ടെ, വിരലുകൾ റിലാക്സ് ചെയ്യട്ടെ. റിലാക്സ് റിലാക്സ് റിലാക്സ്. നമ്മൾ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുന്നതായിട്ട് കാണുക. നമ്മുടെ പതുപതുത്ത പൂക്കൾ ചവിട്ടി നമ്മൾ നടക്കുന്നു, നമ്മൾ കിടക്കുന്നു, നമ്മുടെ മേത്തേക്ക് പൂക്കൾ വന്ന് നിറയുന്നു. പൂക്കൾ എന്ന് പറഞ്ഞ് നമ്മൾ അത് ആസ്വദിച്ച് കിടക്കുന്നു. നല്ല പൂക്കളുടെ മണം നമ്മുടെ അടുത്തേക്കൂടെ നല്ല മണം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നു. തുടർന്ന് നമ്മൾ കടപ്പുറത്ത് തിരമാല നോക്കി തിരകൾ വരുന്നത് കണ്ട് അതിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു. തുടർന്ന് നമ്മൾ കുളക്കരയിൽ ചെന്നിരിക്കുന്നു. കുളത്തിൻ്റെ നിശ്ചലമായ വെള്ളത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിൽ കാണുന്നു. തുടർന്ന് ഒരു കല്ല് എടുത്തിടുമ്പോൾ ഓളം വെട്ടുന്നത് കാണുന്നു. അങ്ങനെ കുറച്ച് മിനിറ്റുകളോളം നമ്മളിരിക്കുന്നു. തുടർന്ന് നമ്മൾ പിരമിഡ്സ് കാണുന്നു. ഉള്ളിൽ പിരമിഡ്സിൻ്റെ സ്റ്റെപ്പുകൾ കാണുന്നു. മുകളിലേക്ക് പോകുന്നു, പിരമിഡ്സ് കാണുന്നു. 1, 2 അതിൻ്റെ അഗ്രഭാഗം കാണുന്നു. അതിനുശേഷം നമ്മൾ വെള്ളച്ചാട്ടത്തിൽ നമ്മൾ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ സൂര്യപ്രകാശം ആസ്വദിച്ചുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളം മേത്തേക്ക് വീഴുന്നത് ഫീൽ ചെയ്യുന്നു.
നമ്മൾ നല്ല തണുപ്പ്, വെള്ളത്തിൻ്റെ തണുപ്പ് ആസ്വദിക്കുന്നു. നമ്മൾ നല്ല തണുപ്പും കാല് വെള്ളത്തിൽ തൊട്ടുമുള്ള ഐസ് പോലുള്ള അവസ്ഥയും നമ്മൾ ആസ്വദിക്കുന്നു. അങ്ങനെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് കിടക്കുക. വളരെ ശാന്തമായ അന്തരീക്ഷം. റിലാക്സ് അന്തരീക്ഷത്തിലൂടെ നമ്മൾ പ്രകാശം വരുന്നു. അത് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. അത് നമ്മുടെ ശരീരത്തെ എനർജറ്റിക്കാക്കുന്നു. നമ്മൾക്ക് എന്തെന്നില്ലാത്തൊരു ഉന്മേഷം ഫീൽ ചെയ്യുന്നു. നമ്മൾ ഒരു വൈറ്റ് പ്രകാശം നമ്മളിലേക്ക് വരുന്നു. പ്രകാശം നമ്മളെ എനർജറ്റിക്കാകുന്നു. അങ്ങനെ അത് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ കിടക്കുന്നു. ശ്വാസം നോർമലാക്കി നമ്മൾ തിരിച്ചു വരുന്നു. നമ്മൾ പരിസരത്തേക്ക് തിരിച്ചു വരുന്നു. വലത്തെ സൈഡ് തിരിഞ്ഞ് 10 സെക്കൻഡ് കിടന്ന് നമ്മൾ കൈകൾ കൂട്ടി തിരുമ്മി എണീറ്റിരിക്കുന്നു. ചമ്മരം പിടിച്ചിരുന്ന് നമ്മളുടെ ശ്വാസം കൈ കൂട്ടി തിരുമ്മി മുഖത്ത് മുട്ടിച്ചിട്ട് കൈകൂപ്പി നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. തുടർന്ന് നമ്മൾ പ്രാണായാമം ചെയ്യുന്നു. വലത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. 5 പ്രാവശ്യം എടുത്ത് വലത്തെ മൂക്കിലൂടെ തന്നെ വിടുന്നു. തുടർന്ന് ഇടത്തെ മൂക്കിലൂടെ എടുത്ത് 5 പ്രാവശ്യം എടുത്ത് ഇടത്തെ മൂക്കിലൂടെ വിടുന്നു. തുടർന്ന് വലത്തെ മൂക്കിലൂടെ എടുത്ത് ഇടത്തെ മൂക്കിലൂടെ വിടുന്നു. അങ്ങനെ 5 പ്രാവശ്യം ചെയ്യുന്നു. ഇടത്തെ മൂക്കിലൂടെ എടുത്ത് വലത്തെ മൂക്കിലൂടെ വിടുന്നു. അങ്ങനെ 5 പ്രാവശ്യം ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു. ഇടത്തെ മൂക്കിലൂടെ എടുത്ത് വലത്തെ മൂക്കിലൂടെ ശ്വാസം വിടുന്നു. വലത്തെ മൂക്കിലൂടെ എടുത്ത് ഇടത്തെ മൂക്കിലൂടെ വിടുന്നു. അങ്ങനെ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ബ്രഹ്മരി പ്രാണായാമം ചെയ്യുന്നു. നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് നമ്മൾ നാക്ക് മുകളിൽ മുട്ടിച്ച് ശ്വാസം ശ്വാസം എടുക്കുക. അങ്ങനെ 5 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം നമ്മൾ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നു. നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഇടത്തെ മൂക്കിൽ കൈ മടക്കി ഒരു കൈ മുട്ടയിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ചൂണ്ടാണുകളിൽ കൊണ്ട് വലത്തെ മൂക്ക് അടച്ച് പിടിച്ച് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുത്ത് വലത്തെ മൂക്കിലൂടെ വിടുന്നു. വലത്തെ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടത്തെ മൂക്കിലൂടെ വിടുന്നു. അങ്ങനെ 9 പ്രാവശ്യം ചെയ്യുന്നു. ഈ ഡെമോൺസ്ട്രേഷൻ യഥാർത്ഥത്തിൽ ഞാനൊരു ക്രമം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇത് 100% പെർഫെക്റ്റ് അല്ല. ഇത് ഏകദേശം ചെയ്യേണ്ട ഒരു ക്രമമാണ്. കാണിച്ചതിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ക്ഷമിക്കുക. നന്ദി.